അപ്പൊ നല്ല ഒന്നാം തരം നല്ല സൺസെറ്റ് അല്ലേ? പക്ഷെ ഈ സൺസെറ്റിന്റെ കാര്യം അതിനെ കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ എക്സ്പൾസിന്റെ കാര്യമാണ്. എക്സ്പൾസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മളിപ്പോ എല്ലാ എക്സ്പൾസുകാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹെഡ്ലൈറ്റിന് വെട്ടം വളരെ കുറവെന്നുള്ളത്. എല്ലാ എക്സ്പൾസുകാരുടെയും ഒരു പ്രധാന പ്രശ്നമാണ്. സംഭവം LED ആണ്, പക്ഷേ വളരെ ചെറിയ വെട്ടമുള്ള. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് ബാക്കിയുള്ളവരെല്ലാം നല്ല വളരെ പ്രകാശപൂരിതമായിട്ടുള്ള ലൈറ്റുകൾ, ബൾബുകൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് H4 വരെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ വെട്ടത്തിൽ വണ്ടി ഓടിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പൊ അതിന് ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മാർഗമാണ് നമ്മൾ ഇന്നിപ്പോ ചെയ്തത്. ഇപ്പൊ ഇതിൽ തന്നെ ഏതാണ്ട് ഈ ഫ്രണ്ടിൽ വന്ന് നോക്കിയേ നിങ്ങളിപ്പോ. ഇതിപ്പോ ജസ്റ്റ് ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് ഇതിന്റെ ഹെഡ്ലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്ക്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല 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 സുന്ദരമായ വെട്ടമാണ് വരുന്നത്. H4 ബൾബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി വളരെ വലിയ എഫേർട്ടൊന്നും ഇല്ല. ഇതാ പറയും മുമ്പ് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, കട്ട് ചെയ്തു. അപ്പൊ അതിനായിട്ട് ഞാൻ മേടിച്ചത് ഒന്ന് യമഹ RXന്റെ H4 ബൾബ് ഇടാവുന്ന ഒരു ഡോം. അത് RXന്റെ തന്നെ മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് RXന്റേത് 5.75 ആണ്. നമ്മുടെ എക്സ്പൾസിന്റെ ഹെഡ്ലൈറ്റിന്റെ അതേ സൈസാണ്. അപ്പൊ ആ ഡൂം മേടിച്ചതിന് ശേഷം H4 ബൾബ് എന്റെ കയ്യിലുണ്ടായിരുന്ന ഇട്ടു. ഈ ഡൂമിന് വില എന്ന് പറയുന്നത്, H4 ബൾബ് ഇടാവുന്ന ഡൂമിന്റെ വില എന്ന് പറയുന്നത് 300-350 രൂപയ്ക്കകത്തേക്കും ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ. അപ്പൊ ആ ഒരു ഡൂം മേടിച്ചു. പിന്നീട് അതിന്റെ പുറകിലത്തെ സെറ്റ് കിട്ടത്തില്ല, അപ്പൊ അറിഞ്ഞും കിട്ടത്തില്ല. അപ്പൊ അതിനു വേണ്ടി ഒരു 300 രൂപയ്ക്കകത്ത് വെച്ച് ഉള്ള യമഹയുടെ തന്നെ ഹെഡ്ലൈറ്റും മേടിച്ചു, ഒരു ഹെഡ്ലൈറ്റ് സെറ്റ്. അപ്പൊ ഇത് മേടിച്ചിട്ട് നമ്മള് വളരെ ഈസി ആയിട്ട് തന്നെ ആദ്യം നമ്മള് ഡൂമിനകത്തേക്ക്, നമ്മള് H4ന്റെ ഡൂമിനകത്തേക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന H4 ബൾബ് ഇറക്കി വെച്ചു, അതിന്റെ റബ്ബർ ഇട്ടു. അപ്പൊ അത്രയും സെറ്റായി കഴിഞ്ഞു. H4ന്റെ ഡൂമിലേക്ക് ബൾബ് ഇട്ടു, റബ്ബർ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ എക്സ്പൾസിന്റെ ഹെഡ്ലൈറ്റ് അഴിച്ചു മാറ്റി. എന്നിട്ട് യമഹയുടെ വാങ്ങിയ ഹെഡ്ലൈറ്റിന്റെ ബാക്കിലെ പ്ലാസ്റ്റിക് കവറ് അതില് എക്സ്പൾസിൽ ഫിറ്റ് ചെയ്തു. ആ സ്ഥാനത്ത് തന്നെ, ഹെഡ്ലൈറ്റിന്റെ സ്ഥാനത്ത് ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വയർ എടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആ വയർ അതിലൂടെ അകത്തു നിന്നും പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ H4 ബൾബിന്റെ ഡൂമിലേക്ക് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അത് 3 വയറും ഒരുമിച്ച് കൊടുക്കുന്നു. പിന്നെന്താ, വേറെ ഒന്നുമില്ല, എടുത്ത് വാരി കൂട്ടി അടയ്ക്കുന്നു. അപ്പൊ ഈ ഡൂമിനകത്ത്, യമഹയുടെ റിങ്ങിനകത്തേക്ക് ഇടാൻ കുറച്ച് ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് സൂക്ഷിച്ചിളക്കണം, എന്നിട്ട് ക്ലിപ്പ് തിരിച്ചിടണമെന്നേ ഉള്ളൂ. എന്നിട്ട് എല്ലാം ഫിറ്റ് ചെയ്യുന്നു. വണ്ടി നമ്മൾ ചാവി ഓണാക്കി എൻജിൻ സ്റ്റാർട്ടായി കഴിയുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തും. അപ്പൊ ബാറ്ററി ഡ്രെയിൻ ആവുന്ന പ്രശ്നവുമില്ല. നല്ല ഒന്നാം തരം പ്രകാശവുമാണ്. H4 ആയതുകൊണ്ട് LED-യെക്കാട്ടി നല്ല പ്രകാശമാണ്. LED ബൾബിന് അത്രത്തോളം പ്രകാശം കിട്ടത്തില്ല. അപ്പൊ ആ ഒരു പ്രകാശവും കൂടെ ഉള്ളത് കൊണ്ട് നല്ല റോഡില് മഴയത്തോ രാത്രിയോ ഏത് സമയത്ത് എവിടെ വേണേലും ഓഫ് റോഡ് പോകുന്നതിനും ഒന്നിനും ഒരു പ്രയാസവും അനുഭവപ്പെടത്തില്ല. ഡിമ്മും ബ്രൈറ്റും കറക്റ്റായിട്ട് വർക്കാവും. ആ ഒരു ഗുണവും ഉണ്ട്. അപ്പോ ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങൾക്ക്. ലൈറ്റ് നൈറ്റില് തന്നെ ഇട്ട് കാണിച്ചു തരാം. കുറച്ച് ഗ്രൗണ്ടിലല്ല, റോഡിൽ വെച്ച് തന്നെ. അപ്പൊ അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിരിക്കണം. ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ ദെൻ, താങ്ക് യു, നന്ദി, വണക്കം. വീണ്ടും പാർക്കവറേക്കും വിടൈ.